നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് സംഭാവനകൾ നൽകണം, ഞങ്ങളെ സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെമ്പർഷിപ്പൊക്കെ എടുക്കണം. വിവിധ വിഷയങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. രാഷ്ട്രീയം, സാമൂഹ്യം, പരിസ്ഥിതി, ആത്മീയത, അങ്ങനെ വിവിധ വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വി.ഡി. സതീശൻ അവர்களுടെ ഒരു പ്രസ്താവനയാണ്. 10ാമത്തെ വർഷത്തിലേക്ക് പോകുന്നൊരു ഗവൺമെൻറ്, 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരുന്ന ഗവൺമെൻറ് എന്ത് കോൺക്ലേവാണ് നടത്തുന്നത്? ശരിയാണ്, നല്ല ചോദ്യമാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഒരു തീരുമാനമായി വി എസ് അച്യുതാനന്ദൻ കുറേ നമ്മൾ അന്തരിച്ചു പോയ സഖാവ് വി എസ് അച്യുതാനന്ദൻ കുറേ നിബന്ധനകൾ കൊടുത്തായിരുന്നു, കുറേ കാര്യങ്ങൾ പഠിച്ചു കൊടുത്തായിരുന്നു അവരുടെ കമ്മിറ്റി. എന്തെങ്കിലും നടപ്പിലാക്കിയോ? ഒരു കാര്യവും ചെയ്തില്ല. അത് മാത്രമല്ല, അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ പറഞ്ഞ് എഴുതണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉടായ്പ സാധനം കൊണ്ടുവന്ന് അത് ഇറക്കി അണ്ടർ സെക്രട്ടറി എയറിലാണ്. ഇപ്പോൾ വളരെ കഷ്ടമായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. അത് പോയിട്ട് ഇപ്പോൾ ഈ 10ാമത്തെ വർഷം ഇറങ്ങാൻ സമയത്ത് ആശയ സംവാദം നടത്തുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത ഗവൺമെൻറ്റിന് അത് ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു, അതിനി പുതിയതൊന്നും ചെയ്യാനില്ല, അവസാന വർഷം ഞങ്ങൾ വീണ്ടും സംവാദങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ന്യായമുണ്ട്. അല്ല, ഇതിപ്പം പറഞ്ഞതൊന്നും ചെയ്തുമില്ല. അവസാന വർഷമാകുമ്പോൾ ജനങ്ങളെ വിളിച്ച് കേരള സഭ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിപാടി, ലോകസഭ, കേരളസഭ, പിന്നെ ജനസഭ, വികസന സഭ, ഇങ്ങനെ എന്നും പരിപ്പോടെയും ചായയ്ക്ക് പകരം പഫും കട്ട്ലറ്റും കഴിക്കുന്ന, അണ്ടിപ്പരിപ്പും കഴിക്കുന്ന പരിപാടി സ്ഥിരം വയ്ക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പായിരുന്നു ജിമ്മി ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിലും സകല സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചു കൂട്ടുന്നു. സാഹിത്യകാരന്മാരെ വിളിച്ചു കൂട്ടുന്നു, എഴുത്തുകാരെ വിളിച്ചു കൂട്ടുന്നു, പിന്നെ സാംസ്കാരിക നായകരെ വിളിച്ചു കൂട്ടുന്നു, വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടുന്നു, കോളേജിലെ കുട്ടികളെ, ഇങ്ങനെ സമൂഹത്തിൻ്റെ പിന്നെ പണക്കാരെ വിളിച്ചു കൂട്ടുന്നു, സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെ വിളിക്കുന്നു. പിണറായി മുഖ്യമന്ത്രി വരുന്നു, സ്റ്റേജിലിരിക്കുന്നു, ചിലരൊക്കെ പ്രസംഗിക്കുന്നു, ചിലർ പൊക്കി പറയുന്നു, ഉടനെ നന്നായമായി ജഗ പോക, എല്ലാവർക്കും ചായ, ഭക്ഷണം, ചെറിയ സഞ്ചി, നല്ല അടിപൊളി പരിപാടി. എന്താണിതിൻ്റെ നേട്ടം? ശ്രീ വി.ഡി. സതീശൻ ചോദിക്കുന്ന കറക്റ്റല്ലേ? എന്തിനാണിത്? ഗവൺമെൻറ് ഇങ്ങനെയാണോ നയങ്ങൾ രൂപീകരിക്കുന്നത്? ഇപ്പോൾ കുറച്ച് മുമ്പേ സിനിമാ സംഘടനകളുടെ നേതാക്കളെല്ലാം കൂടി കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഈ 9 വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മന്ത്രി, സിനിമയെന്ന് കേട്ടാൽ പേടിയാവുന്ന മന്ത്രി, മുഖം തിരിഞ്ഞ് നിൽക്കുന്ന മന്ത്രിയാണ് നമുക്ക് സിനിമയ്ക്കുള്ളതെന്നാണ്. എന്തിനാണ് ഇങ്ങനെ 9ാം വർഷത്തിൽ ഇതെല്ലാവരെ കൊണ്ട് കൽപ്പിക്കുന്നത്? പനിയായോ? പാനിക്കാവുന്നു എന്ന് പറയുന്നത്. ഗവൺമെൻറ് പാനിക്കായി പോകുന്നു. വളരെ വലിയ വിഷയമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ ഇപ്പോൾ സ്കോർ ചെയ്യുന്നുണ്ട്. 100 സീറ്റിൽ വരുമെന്ന് പറയുന്നതൊരു വലിയ കുറച്ച് കടന്ന ഒരു ആത്മബോധമാണ്, അല്ലെങ്കിൽ കുറച്ച് കടന്നൊരു ആത്മവിശ്വാസമാണ്. അത് വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും വി.ഡി. സതീശൻ ഇപ്പോൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് 9 വർഷം എടുത്തു അദ്ദേഹം പറഞ്ഞു തുടങ്ങാൻ. ഒരു 8 വർഷം എടുത്തു അദ്ദേഹവും പറഞ്ഞു തുടങ്ങാൻ. എന്തായാലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞത് കറക്റ്റാണ്. ഗവൺമെൻറ് 9ാം വർഷത്തിൽ എന്താണ് ഈ കാണിക്കുന്നത്? ഓരോ മതസംഘടനകളുടെയും സംഗമം നടത്തുമോ? പിന്നെ നമ്മുടെ എടത്വ പള്ളിക്ക് വേണ്ടി സംഗമം, ശബരിമലയ്ക്ക് വേണ്ടി സംഗമം, ആറ്റുവാക്കാവിന് വേണ്ടി സംഗമം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും സംഗമം നടത്തണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ പറയുന്ന അഭിപ്രായത്തിൽ ഒരു കഴമ്പുണ്ട്, കാമ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് അവസാന വർഷത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ഗവൺമെൻറ്റിന് അറിയില്ല. ആരെയും പിടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാനുള്ള, ഏത് ചെകുത്താനെ പിടിച്ചാലും കാര്യമില്ല, ഞങ്ങൾക്ക് അധികാരം വേണം എന്നൊരു നിലയിലേക്ക് ഒരു മുന്നണി മാറുമ്പോൾ CPI ഒക്കെ എന്ത് പറയുന്നു? വെറുതെ ഇങ്ങനെ മൗനമായിരുന്ന് വീണ്ടും ജനാധിപത്യം, ദേശീയ ജനാധിപത്യം, ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഈ നാടിനുണ്ടാകുന്നില്ല.